ഹലോ, കുറേ ദിവസമല്ലേ കണ്ടിട്ട്. സോ ഇനി ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ട്രെയിനിൽ കയറാൻ പോവാണ്. നമ്മൾ അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തിയിട്ട് അവിടെ നിന്ന് നിലമ്പൂർ ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. ഇതൊക്കെ എൻ്റെ എക്സൈറ്റ്മെൻറ്റാണ്, ഫസ്റ്റ് ടൈമായിട്ട് കയറാൻ പോകുന്നതിൻ്റെ. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് കുറച്ച് നേരം അവിടെ പോയി ഇരുന്നു. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളെ കസിൻസൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവസാനം ട്രെയിൻ വന്നു. അനിയനോടൊന്ന് ചിരിക്കാൻ പറഞ്ഞപ്പോൾ ഇതാണ് അവൻ്റെ ചിരി, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? വെറും കോപ്രായത്തരം, മോനെ കൊണ്ട് കോപ്രായത്തരം കാണിപ്പിക്കുക, അത്രേ ഉള്ളൂ. എവിടെന്നോ കിട്ടിയൊരു പോസാണിത്. ഇതാണ് ഇപ്പം എൻ്റെ എല്ലാ ഇതിലുള്ളൊരു എൻ്റെ ഒരു പോസ് എന്ന് പറയുന്നത്. അവിടെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് ക്രിസ്മസ് ട്രീയും സ്റ്റാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അവിടുന്ന് നമ്മൾ തേക്കി മ്യൂസിയത്തേക്ക് ടിക്കറ്റ് എടുത്ത് പോയി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ. ഫസ്റ്റ് നമ്മൾ അവിടെ എന്താ പറയുക, ഈ സ്മാരക വസ്തുക്കളെ പോലത്തെ ഇതൊക്കെ ഉള്ളൊരു ഇതുണ്ടാവില്ലേ, കെട്ടിടം, അതിൻ്റെ ഉള്ളിലോട്ടാണ് കയറിയത്. പിന്നെ ഇവിടുത്തെ ഇതൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നത് കാണാത്തവരും കുറേ പേരുണ്ടാവും. എന്നത് കുറേ പേരെന്നല്ല, കുറച്ച് പേരുണ്ടാവുള്ളൂ കാണാത്തവർ. എന്നാലും പോകാനും പറ്റാത്തവരൊക്കെ ഉണ്ടാവില്ലേ. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് എടുക്കുന്നത്, ഈ വീഡിയോസൊക്കെ എടുത്ത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കണ്ടവരെ വെറുപ്പിക്കല്ല. ഇനി വെറുപ്പായി തോന്നിയവരുണ്ടെങ്കിൽ സോറി. ഈ സ്മാരക വസ്തുക്കൾ എന്നൊക്കെ പറയില്ലേ, അത് തേക്കിൽ ഉണ്ടാക്കിയതാണ് ഇതൊക്കെ. പിന്നെ തേക്കോണ്ട് ഉണ്ടാക്കിയ കണ്ണാടി കണ്ടു. അവിടെ എൻ്റെ ക്യൂട്ട്നെസ് മൊത്തം വിതറി ഞാൻ. പിന്നെ ഗണ്ണൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് പഴയ കാലത്തുള്ള പണപ്പെട്ടി, നമ്മൾ കുറ്റി എന്നൊക്കെ പറയൂല, ആ സാധനം. പിന്നെ ഈ എഗ്ഗ് വെക്കണ അങ്ങനത്തെ ബൗളൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു ഇതും പണ്ടത്തെ മരുന്ന് പെട്ടിയാണെന്നാണ് അവിടെ എഴുതിച്ചിട്ടുള്ളത്. പിന്നെ ഇങ്ങനത്തെ ഒരു തൊട്ടിൽ, ഇങ്ങനത്തെ കുറേ സ്മാരക വസ്തുക്കളൊക്കെ ഉണ്ട്. അവിടുന്ന് നമ്മൾ നേരെ ഇറങ്ങി തൊട്ടടുത്തുള്ള പാർക്കിലോട്ടാണ് പോയത്. പിന്നെ തവളകൾ ചെസ്സ് കളിക്കുന്നതൊക്കെ കണ്ടു. പിന്നെ നമ്മൾ പാർക്കിലെത്തിയപ്പോൾ എനിക്ക് 2 വയസ്സ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും എത്ര വയസ്സാണ് കുറഞ്ഞതെന്ന് നിങ്ങൾ കണ്ടിട്ട് പറയണേ. എത്ര വയസ്സാണ് കുറഞ്ഞതെന്ന് കമൻറ്റ് ബിലോ. എനിക്ക് എവിടെ നിന്നൊക്കെയോ ഒരു മടി വന്നപ്പോൾ ഞാൻ ആദ്യം ഊഞ്ഞാലാണ് കയറിയത്. പ്രിയ കൂട്ടുകാരെ, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കുകയാണ്. അവിടെയുള്ള കുട്ടികളൊക്കെ എന്നെ നോക്കും, എന്താ കുട്ടികളെ നിങ്ങൾക്ക് മാത്രം കളിച്ചാൽ മതി, ഞങ്ങൾക്കൊന്നും കളിക്കണ്ടേ എന്നും വിചാരിച്ച് ഞാൻ അവരെയും തിരിച്ചു നോക്കി. പിന്നെ ഇങ്ങനത്തെ വീഡിയോ നമ്മൾ എടുക്കുന്നത് കൊണ്ട് ആരും വട്ടുണ്ടോ എന്നും ചോദിക്കരുത് കേട്ടോ. പറഞ്ഞാൽ അവിടെ എത്തിയപ്പോൾ എനിക്ക് 2 വയസ്സ് കുറഞ്ഞു എന്ന്. അല്ല, നിങ്ങൾക്ക് തോന്നുന്ന വയസ്സ് നിങ്ങൾ തന്നെ പറയാ. അപ്പം ഞാൻ ഇങ്ങനെയാണ്. പിന്നെ ഞാൻ അതിന് അടുത്തത് ഊഞ്ഞാലൊക്കെ ഉണ്ട് ആടി. ഇത് ഊഞ്ഞാലാണെന്ന് എന്താ സാധനം എനിക്കറിഞ്ഞൂടാ. വീണ്ടും പോയി ഊഞ്ഞാലാടി. ഊഞ്ഞാലൊക്കെ എനിക്കിഷ്ടമാണ്, പക്ഷെ എന്നാലും എനിക്കിഷ്ടം കിയാനാണ്. പക്ഷെ അവിടെ കുട്ടികൾക്ക് മാത്രം നേടിയിട്ടുണ്ടായിരുന്നു. അവിടെ 2 പോലീസും ഉണ്ടേ. എൻ്റെ ഹൈറ്റ് കണ്ട് ഞാൻ മിനിമം ഒരു 10ാം ക്ലാസ് തോന്നും. പക്ഷെ എന്നാലും ഞാൻ ചെറിയ കുട്ടിയാണ്, ചെറിയ കുട്ടി. ഓരോ ദിവസം ഓരോ സെൻറ്റിമീറ്റർ കൂടുന്നത് എൻ്റെ കുഴപ്പമില്ലല്ലോ. പിന്നെ അനിയൻ്റെ കൂടെ അങ്ങോട്ടൊക്കെ വരാൻ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടൊക്കെ പോയി. അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനല്ല, കുറേ ചെടിച്ചട്ടികളുണ്ട്. അവന് ഭയങ്കര വാശിയായിരുന്നു അവൻ്റെ കൂടെ പോകാൻ. സോ അങ്ങനെ പോയതാണ്.
പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല പച്ച പുല്ലുകൊണ്ട് നിർമ്മിച്ച നമ്മളെ മയിലിനെ കണ്ടു. അവിടുന്ന് ഒരു ഐസ്ക്രീമും കഴിച്ചു. പിന്നെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഹോട്ടലിൽ പോയി ചിക്കൻ ബിരിയാണിയും കഴിച്ചു. നമ്മൾ ഹാപ്പി. ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ബൈ ഫ്രം ലവ്ലി ക്യൂട്ടി റിയ.